കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാവക്കരയല്ലേ? വാവേ എന്തിനാ കരയുന്നേ? ഓഹോ വാവക്കരയല്ലടാ. കരയില്ല, കിടന്നോട്ടോ. കരയില്ലടാ കുട്ടാ. അച്ഛന് രാത്രിയിലും മരുന്ന് കൊടുത്തതേ. ശബരേട്ടൻ എന്നെ കളിയാക്കുവാണോ? താഴെ വെച്ച് നിങ്ങൾ ആരും കണ്ടില്ലേ? എന്നെ എല്ലാവരും കണ്ടു, ഞാനും അവരെ കണ്ടു. പക്ഷെ അച്ഛന്റെ മുറിയിലേക്ക് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കുളിക്കാമെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. എന്നാ വേഗം കുളിച്ചിട്ട് അങ്ങോട്ട് ചെല്ല്. വിശേഷങ്ങൾ അവരുടെ വായിന്ന് കേട്ടാ മതി. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. എന്റെ ദയെ, ഞാൻ രാവിലെ മുതൽ കമ്പനി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വരുന്ന വഴിയാ. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നിന്നെ കൂടി ഏൽപ്പിച്ചപ്പോ ഞാൻ വിചാരിച്ചത് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്നാ. എന്നിട്ടിപ്പോ നിന്റെ സംസാരം കേട്ടാ ഇവിടെ എന്തോ വലിയൊരു കുഴപ്പം സംഭവിച്ചതുപോലെയാണല്ലോ. അതെ, കുഴപ്പം തന്നെയാ. എന്നിവിടെ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും എന്നിവിടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. അച്ഛനെ മരുന്ന് കൊടുക്കാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചെങ്കിലും നിങ്ങളുടെ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കാൻ തയ്യാറായില്ല. എന്താ ഉണ്ടായേ? അച്ഛന് മരുന്നും ആഹാരവും ഒക്കെ കൃത്യസമയത്ത് തരണമെന്ന് ശബരേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഈ വയസ്സായവരെക്കാൾ ശ്രദ്ധ വേണ്ടത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാ. നീയേ ഉണ്ണിക്കുട്ടന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ആ മരുന്ന് അനിതയുടെ കയ്യിൽ കൊടുത്തേ. അനിതയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് മേടിക്കേ. അച്ഛനിപ്പോ ശബരിമോനും അനിത മരുമോളും മതി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അച്ഛൻ അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതാവില്ല. നിനക്ക് മോന്റെ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ. അതുകൊണ്ട് ബാക്കിയെല്ലാം അനിതയെടുത്ത് തന്നെ ചെയ്യട്ടെ എന്ന് കരുതി കാണും. നിങ്ങൾ ഇതേ പറയൂന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ശബരേട്ടാ. എന്നെ ഒറ്റപ്പെടുത്താനാണ് ശ്രമമെങ്കില് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ടോ? എന്റെ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്ക്. എന്റെ അച്ഛൻ ഒരിക്കലും നിന്നെ അവഗണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. അച്ഛൻ മാറിയതിന് കാരണക്കാരൻ ഇപ്പൊ നിങ്ങളാ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനിതേച്ചിയെ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോ അച്ഛൻ അങ്ങോട്ട് ചാഞ്ഞു. അവരുടെ മുന്നിൽ വെച്ച് എന്നെ ഒരു വിലയില്ലാത്തവളാക്കി. ആയിക്കോട്ടെ, ഇനി ഞാനും ഈ വീട്ടിലുള്ളവരെ അങ്ങനെ കാണാൻ പോകുന്നുള്ളൂ. ആരാ ജയിക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാമല്ലോ.